ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ആൽബിയുമായിട്ട് സംസാരിക്കുകയാണ് വിക്രം. അപ്പൊ വിക്രം പറയുന്നതെല്ലാം മൂളി മൂളി ഇരുന്ന് കേൾക്കുകയാണ് ആൽബി. ആൽബിയുടെ മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാല് ഇവനെ എങ്ങനെയെങ്കിലും തേച്ചൊട്ടിക്കണം, അത് തന്നെയാണ്. അപ്പം വിക്രം വിചാരിക്കുന്നതോ, ഹാ എന്തായാലും സോണിയും ഇവനും തമ്മിലുള്ള കല്യാണം മുടക്കിയിട്ട് വേണം തനിക്ക് എങ്ങനെയെങ്കിലും സോണിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ. അപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം ചേട്ടനെ കുറച്ചു നാൾ മുന്നേ തന്നെ ഞാൻ കാണേണ്ടതായിരുന്നു. എന്തായാലും സോണി ഇത്രയും വൃത്തികെട്ടവളാണെന്നും കുഞ്ഞു ബൈജുവിന്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യമൊക്കെ ആൽബിയെ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. ആ കാര്യത്തിൽ താൻ സക്സസ്ഫുള്ളി വിജയിച്ചു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ വിക്രം. അപ്പൊ വിക്രത്തിനോട് ഇനി എന്തായാലും അവളെ പോലെയുള്ള ഒരുത്തിയെ താൻ കല്യാണം കഴിക്കില്ല എന്നുള്ള വാക്കൊക്കെ കൊടുത്ത് ആൽബി അവിടുന്ന് അങ്ങ് പോവുകയാണ്. പോകുന്ന വഴിയാണെങ്കിലോ ആൽബിയെ ചേസ് ചെയ്തുകൊണ്ട് രാഹുലിന്റെ ഒരു ഗുണ്ട പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ കാണിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ വീട്ടിലെത്തിയ വിക്രമാണെങ്കിൽ തന്റെ മൂങ്ങാ മുത്തശ്ശിയെ പിടിച്ചിരുത്തി മുത്തശ്ശിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം ആൽബിയെ കണ്ടതും ആൽബിയോട് ബൈജുവും സോണിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം പറഞ്ഞതും ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും മറഞ്ഞു നിന്ന് നമ്മുടെ ശരണ്യ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ മോനെ, നീ അവനെ കണ്ട നേരത്ത് ഞാനും കൂടെ അവിടെ വേണ്ടതായിരുന്നു. എന്തായാലും ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എരിവും പുളിയൊക്കെ കൂട്ടി അങ്ങ് കൊടുത്തേനെ. എന്തായാലും അമേരിക്കക്കാരൻ ഇതെല്ലാം വിശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പം അതേ മുത്തശ്ശി, അമേരിക്കക്കാരൻ എല്ലാം വിശ്വാസമായിട്ടുണ്ട്. എന്തായാലും ഇനി അവൻ അവളെ കല്യാണം കഴിക്കാനായിട്ടുള്ള സാധ്യതയൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ശരണ്യാണെങ്കിൽ അപ്പുറം നിന്ന് ഇതെല്ലാം കേൾക്കുക. പക്ഷെ ഇവരത് അറിയുന്നൊന്നുമില്ല കേട്ടോ. അപ്പം മുത്തശ്ശി പറയാണ്, എന്നാ മോനെ, നീ ഒരു കാര്യം ചെയ്യണം. ഈ വീട്ടിൽ നിൽക്കുന്ന ആ ഭ്രാന്തി ഉണ്ടല്ലോ, അവളെ എങ്ങനെയെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സോണിയെ കല്യാണം കഴിക്കണം. മുത്തശ്ശി, അത് മുത്തശ്ശി പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. സോണി എന്തായാലും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അവൾക്ക് വരുന്ന കല്യാണാലോചന എല്ലാം മുടക്കി എങ്ങനെയെങ്കിലും അവളെ എൻ്റെ പക്ഷത്ത് കൊണ്ടുവരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം കുഞ്ഞും കൂടി ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും അത് സാധിച്ചെടുക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് താൻ എന്നൊക്കെ പറയുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ ആൽബി വീട്ടിലെത്തിയിട്ടോ. അപ്പം വീട്ടിലെത്തിയ ആൽബി ആണെങ്കിൽ തൻ്റെ പപ്പയോടും അമ്മേനോടും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പം രണ്ടുപേരും പറയുന്നത്, മോനെ, നീ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് തന്നെയാണോ വിക്രം വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വിക്രം ഉണ്ടല്ലോ, അവനെപ്പോലൊരു ചെറ്റ. അവൻ്റെ അച്ഛനാണെങ്കിൽ അതിലും വലിയ ചെറ്റയാണ്. ഇങ്ങനെയുള്ളൊരു ഫാമിലിയിലാണല്ലോ പാവം സോണിമോള് ചെന്ന് പെട്ടത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അതേ അച്ഛാ, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും അവളെ കണ്ടെത്തിയതും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചതും വലിയ കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആൽബി ഇങ്ങനെ സന്തോഷമായിട്ട് സംസാരിക്കുക. ആൽബിയുടെ മമ്മി പറയുന്നുണ്ട്, നമുക്ക് ആ ഒരു കുടുംബത്തെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന കൊണ്ടാണല്ലോ ആ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി അറിഞ്ഞതും അതുപോലെ തന്നെ ഇപ്പൊ ഇവൻ ഈ പാര വെച്ചപ്പം അതൊന്നും നമ്മുടെ അടുത്ത് ഏശാത്തതും. പക്ഷെ ഇതൊന്നും അറിയാത്തൊരു ഫാമിലി ആയിരുന്നെങ്കിൽ പാവം ആ മോളുടെ ജീവിതം തകരില്ലേ എന്നുള്ള കാര്യമൊക്കെ പറയാട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ആൽബിയുടെ പപ്പ പറയുന്നുണ്ട്, അതെ, അതങ്ങനെയൊന്നും സംഭവിക്കില്ലടോ. സേനനും രൂപയും അവരുടെ മക്കളും ഒക്കെ ഒരുപാട് നന്ദിയുള്ള ആൾക്കാർ തന്നെയാണ്. ഒരുപാട് നന്മയും ഒക്കെ അവർക്കുണ്ട്. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യരെയും സഹായിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് എന്നുള്ള കാര്യം പറയുക. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ആൽബി ആണെങ്കിൽ, എന്നാ നിങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞിരിക്കുക, ഇനിയിപ്പം നാളെ എന്തായാലും കല്യാണമാണല്ലോ, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്നൊക്കെ പറയാണ്. അപ്പം ഇവൻ അങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്താണെങ്കിലോ ഗുണ്ടയാണെങ്കിൽ ഗേറ്റ് കടന്ന് ഇവന്റെ കാറ് പാർക്ക് ചെയ്തത് ഉദ്ദേശിച്ച് വെച്ച് അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പൊ വരുന്ന സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സരയുവാണെങ്കിൽ രാഹുലിന്റെ അടുത്ത് ചെല്ലുകയാണ്. ദേ ഇരിക്കുന്നു വട്ടുപിടിച്ച തന്ത, എന്തിനാണ് ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ, ചുമ്മാ ഈ ഒരു ആരോഗ്യവും മസിലും മാത്രമേ ഉള്ളൂ, അച്ഛന്റെ തലയ്ക്കകത്ത് ഒരു സാധനവും ഇല്ല. അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്, രൂപാന്റിയുടെ സ്വത്തുക്കള് ഈ സരയുവിന് മാത്രം സ്വന്തമാണെന്നും പറഞ്ഞ് വെച്ചിട്ട് ഇപ്പൊ ദാ ഒന്ന് കല്യാണിക്ക് കൊടുക്കാൻ പോകുന്നു, അടുത്തത് ദാ സോണിക്ക് വേണ്ടി എഴുതിയും കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോ എനിക്ക് എവിടുന്ന് കിട്ടാനാണ്? പിന്നെ എന്റെ ഭർത്താവ് അത്യാവശ്യം മുതലുള്ള ഒരുത്തനായതുകൊണ്ട് തന്നെ എന്റെ വരുന്ന 10 തലമുറയ്ക്ക് കഴിയാനുള്ള മുതല് എന്റെ കെട്ടിയവൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ തായ്ലൻഡിലെ സ്വത്തിന്റെ കാര്യമാണോ മോളെ നീ പറയണേന്ന് ചോദിക്കുമ്പം നമ്മുടെ രാഹുലിന്റെ ഈ ഒരു ചോദ്യം അത് സരയുവിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സരയു ആണെങ്കിൽ ഉടനെ തന്നെ തുടങ്ങി, ഇനി എന്റെ ഭർത്താവിനെ കുറ്റം പറയാൻ തുടങ്ങി. ആ മനുഷ്യനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ദേ അച്ഛനെ കൊല്ലാതെ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇവള് പറയുക. അപ്പൊ പെട്ടെന്ന് തന്നെ സരയുവിന് ദേഷ്യം വന്ന് സരയു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും മനോഹരൻ അങ്ങോട്ട് വരികയാണ്.
മനോഹരൻ വന്ന പാടെയാണെങ്കിലോ ഉടനെ തന്നെ അവൻ പറയുന്നുണ്ട്, എന്താണ് ഇനി ആരെ കൊല്ലുന്ന കാര്യമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ അതല്ലടാ പ്ലാൻ ചെയ്തത്, നിന്റെ തായ്ലൻഡിലുള്ള ഭൂസ്വത്തുക്കളെ കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു എന്ന് പറയുക. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും മനോഹരന് മനസ്സിലായി തന്നെ ഒന്ന് ആസാക്കിയതാണെന്ന്. അപ്പം ഇവനാണെങ്കിലോ പറയുന്നുണ്ട്, അതെ ഡാഡി എന്തായാലും നല്ല രീതിയിൽ ഇവിടുത്തെ ശാരിയമ്മയൊക്കെ പറ്റിച്ചാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് ആ കാര്യമൊന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട. പിന്നെ ഭൂസ്വത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറകിലൊന്നും അല്ല. ഞാൻ കല്യാണം കഴിച്ച പെണ്ണുങ്ങളുടെ സ്വത്തുക്കൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കോടീശ്വരൻ അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം പറയാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കും, ഇനി ഒരുപാടങ്ങ് നടന്ന് കെട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ ഇവിടുന്ന് ഇനി ഒന്നും കിട്ടപ്പോരില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എൻ്റെ സംശയം നിങ്ങൾ എനിക്ക് വല്ല കൊട്ടേഷനും വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണെന്നും പറഞ്ഞ് ഇങ്ങനെ മനോഹരൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ രാഹുൽ പറയാണ്, എടാ നിന്നെ കൊല്ലാൻ കൊട്ടേഷൻകാരെയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വിചാരിച്ചതാ ഈ നിമിഷം നിന്നെ കൊല്ലാൻ പറ്റും, പിന്നെ എൻ്റെ മോള് നിന്റെ കസ്റ്റഡിയിലായി പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നതെന്നൊക്കെ പറയുക. അല്ല, ഇനിയിപ്പോൾ നാളെ അനന്തരക്കാര്യത്തിയുടെ കല്യാണമാണല്ലോ, അപ്പം കല്യാണം കൂടാൻ പോകണ്ടേന്ന് ചോദിക്കുകയാണ്. അതെന്താ വേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഞാൻ ആലോചിച്ചോളാം എന്നൊക്കെ പറയുക. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ കിരണും കല്യാണിയും കൂടി അവർ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പം രണ്ടാളും കൂടി സംസാരിക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന ആ ഒരു കല്യാണത്തെക്കുറിച്ച് തന്നെയാണ്. എന്തായാലും സോണിക്ക് പറ്റിയ ഒരു ബന്ധം തന്നെയാണ്, ആൽബിയെ ഈശ്വരനായിട്ട് തന്നെയാണ് സോണിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമൊക്കെ കല്യാണി ഇങ്ങനെ പറയുമ്പം നമ്മുടെ കിരണിനാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, ഇനി ആൽബി ചേട്ടനെങ്ങാനും ഉടനെ തന്നെ നമ്മുടെ സോണിയെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുമെന്ന് കല്യാണി ചോദിക്കുക. അങ്ങനെ കൊണ്ടുപോയാലും സന്തോഷമുള്ള കാര്യമല്ലേടോ, എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടുന്നത്. വിക്രത്തിനെ പോലെയുള്ളൊരു ചതിയനല്ലല്ലോ, ആ കാര്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ സന്തോഷത്തിൽ കിടക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രൂപയെയും സേനനെയുമാണ്. അപ്പൊ രണ്ടാളും കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുക. കല്യാണം എന്തായാലും നാളത്തെ ദിവസം കല്യാണമാണ്, അതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോഴത്തേക്കിനും ഇപ്പൊ നമ്മുടെ ശത്രു എത്രമാത്രം ദുർബലനാണ് എന്നൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട. പക്ഷെ അവൻ ഏത് നേരത്തും നമ്മുടെ സ്വത്തുക്കളെ മോഹിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നതെന്നും എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാമെന്നുമുള്ള കാര്യങ്ങളെല്ലാം രൂപയെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അപ്പൊ രൂപ പറയുന്നുണ്ട്, രാഹുലേട്ടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ചേട്ടനെ ഞാൻ തട്ടണം എന്നുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ നാടകമാണ് ഇതൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ രൂപയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധ അങ്ങ് ചെല്ലുന്നില്ല എന്നുള്ള കാര്യമൊക്കെ സേനം പറയുക. എന്തായാലും ടെൻഷൻ അടിക്കണ്ട, കല്യാണിയും കിരണും വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് രൂപസേനനെ ആശ്വസിപ്പിക്കുക. അപ്പം ഇവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സോണിയാണെങ്കിലോ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പം നമ്മുടെ ആൽബിയെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ആൽബിയുടെ കോള് വരിക. അപ്പൊ ആൽബിയുടെ കോള് കണ്ടതും നമ്മുടെ സോണിക്ക് വലിയ സന്തോഷമായി കേട്ടോ. അപ്പൊ ഉടനെ തന്നെ സോണി പറയുന്നുണ്ട്, ഞാനിപ്പോ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ, അപ്പൊ തന്നെയാണല്ലോ വിളിച്ചതെന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ഇനിയിപ്പോ എന്തായാലും ഈ ഒരു രാത്രിയും കൂടിയല്ലേ ഉള്ളൂ നമ്മൾ വേറെ താമസിക്കുന്നത്, നാളെ തൊട്ട് താൻ എൻ്റെ അരികിൽ ഉണ്ടാവുമല്ലോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും രാഹുൽ അയച്ചിട്ടുള്ള ഗുണ്ടയാണെങ്കിലോ നമ്മുടെ ആൽബിയുടെ കാറ് ലക്ഷ്യമാക്കി അവിടെ ഇറങ്ങി പരിപാടി തുടങ്ങുകയാണ്. അപ്പൊ കാറിനകത്തൊരു ബോംബ് സെറ്റ് ചെയ്യണം, ഇതാണ് ഇവന്റെ പ്ലാൻ. ആ ഒരു ടൈം ബോംബ് അനുസരിച്ച് അത് പിറ്റേ ദിവസം ഇത്ര ടൈം ആകുമ്പം ഇവര് ചെറുക്കനും കൂട്ടരും ഇറങ്ങുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവർ പ്ലാൻ ചെയ്ത് വെച്ച്. നമ്മുടെ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗുണ്ടയാണെങ്കിൽ കാറിനകത്ത് ബോംബ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പം ആൽബി ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല, സോണിയെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ആണല്ലോ. അപ്പം ഈ ഗുണ്ടയെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്